ഞങ്ങളുടെ കോട്ടപ്പുറം രൂപതയിലെ ബിഷപ്പ് എന്നോട് പറഞ്ഞു, ഞാൻ കത്തീഡ്രൽ വികാരിയായിരുന്നു. എൻ്റെ പൊന്നച്ചോ, അച്ഛനൊരു കാര്യം ചെയ്യണം, എന്നെ ഇവിടെ ഈ അൾത്താരയിൽ ഇവിടെ കബറടക്കം ചെയ്യരുത്, ഞാൻ ഒറ്റക്കായിപ്പോവും. ചിലരൊക്കെ 5 വർഷം കഴിഞ്ഞാലും തുറക്കുമ്പോഴിങ്ങനെ നല്ല വിശുദ്ധരെ പോലെ ഇരിക്കും. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവിടെ ചക്കയും മാങ്ങയും ഒക്കെ തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സ്വർണ്ണ എലമെൻറ്റ് കൂടുതലുണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭാഗ്യം, രക്തസാക്ഷികളായിട്ട് മരിച്ചാൽ പെട്ടെന്ന് വിശുദ്ധ പദത്തിലെത്താനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കറിയാം വിശുദ്ധനാകുവാനുള്ള ചവിട്ടുപടികൾ. കാരണം നമ്മുടെ മാർ ഇവാനിയോസ് തിരുമേനി ഇങ്ങനെ ചവിട്ടുപടിയിൽ നിൽക്കുക. അപ്പോൾ ഈ ചവിട്ടുപടിയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മളാണ്. അതിനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഒരുമിച്ച് വിചിന്തനം ചെയ്യാം. നമ്മളൊരാൾ വിശുദ്ധനായിട്ട് തീരുന്നതിന് മുൻപ് നാമകരണം ചെയ്യപ്പെടുന്നതിനുള്ള ഓരോ സ്റ്റെപ്പുകൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം 2 രൂപരേഖകൾ, ഡോക്യുമെൻറ്റുകളാണ് നാമകേത തിരുനാളിന്, പ്രത്യേകിച്ച് ഈ നാമകരണം നടക്കുന്നതിന് ആവശ്യം. ഒന്നാമത്തേത് ദിവിനുസ് പെർഫെക്സിയോണിസ് മാജിസ്റ്റർ, വിശുദ്ധ ജോൺ പോൾ പാപ്പ 1983 എഴുതിയ അപ്പോസ്തലിക് എക്സോർട്ടേഷൻ. രണ്ടാമത്തേത് വത്തിക്കാൻ തിരുസംഘം 2007 നിർദ്ദേശിച്ച സാങ്ക്ടോറും മാത്തർ. ഈ 2 പ്രമാണങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടാണ് നാമകരണ പ്രക്രിയ തുടങ്ങുക. ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ വിശുദ്ധരെന്ന് കരുതുന്നവരുടെ കല്ലറകൾ പ്രത്യേകം സൂക്ഷിക്കുന്നു. നമ്മളെല്ലാവരും വിശുദ്ധരെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കല്ലറകളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും, സൂക്ഷിക്കും. എന്നിട്ട് അത് പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കബറടങ്ങളുടെ മുകളിലായിട്ടാണ് പള്ളി പണിയുക. അത് പ്രത്യേകിച്ച് തിരുമേനിമാർ, മെത്രാന്മാർ, കർദിനാൾമാർ ഒക്കെ അവരെയൊക്കെ സംസ്കരിക്കുന്നത് ദേവാലയത്തിൽ തന്നെ താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ തൊട്ട് മുൻപ് ഞങ്ങളുടെ കോട്ടപ്പുറം രൂപതയിലെ ബിഷപ്പ് എന്നോട് പറഞ്ഞു, ഞാൻ കത്തീഡ്രൽ വികാരിയായിരുന്നു. എൻ്റെ പൊന്നച്ചോ, അച്ഛനൊരു കാര്യം ചെയ്യണം, എന്നെ ഇവിടെ ഈ അൾത്താരയിൽ ഇവിടെ കബറടക്കം ചെയ്യരുത്, ഞാൻ ഒറ്റക്കായിപ്പോവും. ജനങ്ങളൊക്കെ ഉള്ള അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് തന്നെ എന്നെ കബറടക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വികാരിയാണോ എന്ന് എനിക്കറിയില്ലല്ലോ പിതാവേ, അതുകൊണ്ട് അത് ദൈവിക പദ്ധതി പോലെ പോട്ടെ എന്നാണ് പറഞ്ഞത്. പിതാവ് പറഞ്ഞതാണ്. പക്ഷേ ഇതൊരു നമ്മുടെ ഒരു പാരമ്പര്യമാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ദേവാലയങ്ങൾക്ക് അടിയിൽ സാധാരണഗതിയിൽ നമ്മൾ പറയും ക്രിപ്റ്റ എന്നൊക്കെ പറയാറുണ്ട്. വിശുദ്ധ പത്രോസിൻ്റെ ക്രിപ്റ്റ റോമിൽ ഇപ്പോഴുണ്ട്. അത് 313 ശേഷമാണ് ശരിയാക്കിയതെന്ന് മാത്രം. അപ്പോൾ വിശുദ്ധിയുടെ ആദ്യത്തേത് അങ്ങനെയാണ്. രണ്ടാമതായിട്ട് നമ്മൾ പ്രാരംഭ നടപടികൾ രൂപതാതലത്തിൽ അത് നമ്മൾ ആരംഭിച്ചു. വിശുദ്ധിയുടെ പൊതുജന സ്വീകാര്യത, ഫെയിം ഓഫ് സാങ്ക്ടിറ്റി എന്നാണ് പറയാം. എല്ലാവരും പറയും അയാൾ എങ്ങനെയായാലും വിശുദ്ധനാകും, അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നന്മകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ആരംഭിക്കേണ്ടത് 5 വർഷം, മരണത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ടേ ആരംഭിക്കാൻ പറ്റുള്ളൂ. നടപടികൾ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്ത്, എൻ്റെ രൂപതയിലെ കുറേ ആളുകളൊക്കെ തൃശ്ശൂർ ഭാഗത്തുണ്ട്. അവിടെ ചിലരൊക്കെ 5 വർഷം കഴിഞ്ഞാലും തുറക്കുമ്പോഴിങ്ങനെ നല്ല വിശുദ്ധരെ പോലെ ഇരിക്കും. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവിടെ ചക്കയും മാങ്ങയും ഒക്കെ തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സ്വർണ്ണ എലമെൻറ്റ് കൂടുതലുണ്ടാവുന്നതാണ്. അപ്പോൾ സ്വർണ്ണ എലമെൻറ്റ് കൂടുതൽ പെട്ടെന്ന് ശരീരം ദഹിച്ചു പോവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുണ്ട്, ദ്രവിക്കാതെ ഇങ്ങനെ ഇരിക്കും. പിന്നെ എറണാകുളം ഭാഗത്ത്, എൻ്റെ രൂപതയുടെ തന്നെ എറണാകുളം ഭാഗത്ത് ഉപ്പുകാറ്റും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാലും ശരീരം പെട്ടെന്ന് ദ്രവിക്കില്ല. അപ്പോൾ ചില വിചാരിക്കും പുണ്യപുരുഷന്മാരാണ് അല്ലെങ്കിൽ പുണ്യ സ്ത്രീകളാണ് എന്നൊക്കെ വിചാരിക്കും. 5 വർഷം കഴിയുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റും ഇപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജോൺ പോൾ പാപ്പായുടെയും
വിശുദ്ധ മദർ തെരേസായുടെയും ഒക്കെ അവർ 5 വർഷത്തിന് മുൻപ് തന്നെ അവരുടെ നാമകരണ പരിപാടികൾ ആരംഭിച്ചു. സഭയിൽ 2 പേരുടെ കാര്യം അങ്ങനെ. ഇതിന് തിരുസംഘത്തിൻ്റെ മുൻകൂർ അനുവാദം വേണം. ഇങ്ങനെ ചെയ്യുന്നതിന്, നടപടി ചെയ്യുന്നതിന് മുൻകൂർ അനുവാദം വേണം. പൗരസ്ത്യ സഭയെ സംബന്ധിച്ച് മെത്രാൻ സിനഡിൻ്റെ അംഗീകാരവും വേണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നടപടികൾക്കായിട്ട് മെത്രാൻ രൂപത കോടതികൾ, നമ്മൾ ട്രൈബ്യൂണൽ സ്ഥാപിക്കും. നടപടികൾ ആരംഭിക്കുമ്പോൾ ദൈവദാസ പദവി നമ്മൾ കൊടുക്കുന്നു. ദൈവദാസ പദവി നമ്മൾ മാർ ഇവാനിയോസ് തിരുമേനി കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം അനുകൂലിക്കുന്നവരുടെയും പ്രതികൂലിക്കുന്നവരുടെയും മൊഴികളും ഈ വ്യക്തി സഭാ വിരുദ്ധ നിലപാട് എടുത്തിട്ടില്ല എന്നുള്ള ഉറപ്പും ഇത് വേണം. ഇതിനുശേഷം രേഖകളൊക്കെ ശേഖരിച്ച് തിരുസംഘത്തിന് കൈമാറുന്നു. അതിന് ട്രാൻസുംതും എന്ന് പറയുന്നു. അങ്ങനെ രേഖകൾ കൈമാറുന്നു. പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിന് ഒരു വൈദികനെ റോമിൽ പോസ്റ്റുലേറ്ററായിട്ട് നിയമിക്കുന്നു. അതുപോലെ തന്നെ രൂപതയിൽ ഒരാളെ വൈസ് പോസ്റ്റുലേറ്ററായിട്ട് നിയമിക്കുന്നു. എന്നിട്ട് ക്രിസ്തീയ പുണ്യങ്ങൾ വീരോചിതമായും മാതൃകാപരമായും ജീവിച്ചു എന്ന് സ്ഥാപിക്കണം. ഇതിന് എക്സെപ്ഷൻ ഉള്ളത് രക്തസാക്ഷികളാണെങ്കിൽ ഈ സംഭവം ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഭാഗ്യം, രക്തസാക്ഷികളായിട്ട് മരിച്ചാൽ പെട്ടെന്ന് വിശുദ്ധ പദത്തിലെത്താനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഈ പോസ്റ്റ്ലേറ്റർ ദൈവദാസൻ്റെ ജീവചരിത്രവും മറ്റു വിവരണങ്ങളും അതിന് പറയുന്ന പൊസിസിയോ തയ്യാറാക്കുന്നു. തിരുസംഘം 2 തലത്തിൽ പഠിക്കുന്നു. ദൈവശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കർദിനാൾമാരും മെത്രാന്മാരും പഠിക്കുന്നു. അനുകൂലമായാലാണ് നമ്മൾ ധന്യൻ, വെനറബിൾ അല്ലെങ്കിൽ വന്യൻ എന്നൊക്കെ പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് മാർ ഇവാനിയോസ് തിരുമേനിയെ നമ്മൾ ധന്യൻ എന്ന് വിളിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമ്മുടെ കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ്? അടുത്ത ഘട്ടം ധന്യനിൽ നിന്നും വാഴ്ത്തപ്പെട്ടവനിലേക്ക് പോകാനായിട്ട്. വാഴ്ത്തപ്പെട്ടവനാകണമെങ്കിൽ എന്താ വേണ്ടത്? അതിന് ധന്യനായ വ്യക്തിയുടെ മധ്യസ്ഥതയാൽ ഒരു അത്ഭുതം നടക്കണം. വലിയൊരു അത്ഭുതം നടക്കണം. ഈ അത്ഭുതം തിരുസംഘം അംഗീകരിക്കണം. അവിടെയും രക്തസാക്ഷികൾക്ക് എക്സെപ്ഷൻ ഉണ്ട്. രക്തസാക്ഷികളുടെ ആണെങ്കിൽ അത്ഭുതം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ വാഴ്ത്തപ്പെട്ടവരാക്കും. വാഴ്ത്തപ്പെട്ടവരുടെ പ്രഖ്യാപനം പ്രാദേശിക തലത്തിൽ. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. ഈ പ്രാദേശിക തലത്തിൽ മാർ ഇവാനിയോസിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുവാനുള്ള ഒരു പ്രക്രിയ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വലിയ അത്ഭുതത്തിന് വേണ്ടിയാണ്. വാഴ്ത്തപ്പെട്ടവരിൽ നിന്നും വിശുദ്ധനിലേക്കുള്ള ദൂരം, അതും ഒരു അത്ഭുതം തന്നെയാണ്. വലിയൊരു അത്ഭുതം നടക്കണം. ഇവിടെ ആർക്കും എക്സെപ്ഷൻ ഇല്ല. രക്തസാക്ഷികളാണെങ്കിൽ പോലും അത്ഭുതം ഉണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധനാക്കുകയുള്ളൂ. അത്ഭുതം നടക്കണം. തിരുസംഘം അംഗീകാരം നൽകണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഇതാണ് നമ്മളിപ്പോൾ ഈ പ്രക്രിയയിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുമ്പോൾ ഈ വ്യക്തിയെ, ഈ ധന്യനെ വിശുദ്ധ പദത്തിലേക്ക് ദൈവം എത്രയും പെട്ടെന്ന് വിളിക്കണമേ, വാഴ്ത്തപ്പെട്ടവനാക്കി വിശുദ്ധനാക്കി മാറ്റണമേ എന്നും പ്രാർത്ഥിക്കാം. സൂക്ഷിച്ചും കൊണ്ടേ